ജോബ് 41 അധ്യായം 1 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. നിനക്ക് മുതലയെ ചൂണ്ടയിട്ട് പിടിക്കാമോ? അവൻ്റെ നാക്ക് ചരട് കൊണ്ട് ബന്ധിക്കാമോ? അവൻ്റെ മൂക്കിൽ കയറിടാമോ? അവൻ്റെ താടിയിൽ ചൂണ്ട കോർക്കാൻ പറ്റുമോ? അവൻ നിന്നോട് ഏറെ യാചിക്കുമോ? അവൻ നിന്നോട് മൃദുലമായി സംസാരിക്കുമോ? എന്നും നിനക്ക് ദാസനായിരുന്ന കൊള്ളാമെന്ന് അവൻ നിന്നോട് ഉടമ്പടി ചെയ്യുമോ? ഒരു പക്ഷിയോടെന്ന പോലെ നീ അവനോട് കളിക്കുമോ? നിന്റെ ബാലികമാർക്ക് വേണ്ടി അവന് തോൾവാറിടുമോ? വ്യാപാരികൾ അവനു വേണ്ടി വില പേശുമോ? അവർ അവനെ കച്ചവടക്കാർക്ക് പകുതി വിലക്കുമോ? നിനക്ക് അവൻ്റെ തൊലി ചാട്ടുളി കൊണ്ടും അവൻ്റെ തല മുപ്പല്ലി കൊണ്ടും നിറയ്ക്കാമോ? അവനെ ഒരിക്കൽ തൊട്ടാൽ വീണ്ടും തൊടണമെന്ന് നീ ആഗ്രഹിക്കില്ലേ? ആയുധം നിനക്ക് മറക്കാനാവില്ല. അവനെ കാണുന്നവൻ്റെ ധൈര്യം അറ്റുപോകുന്നു. കാണുന്ന മാത്രയിൽ അവൻ നിലം പതിക്കുന്നു. അവനെ ഉണർത്താൻ തക്ക ശൂരനില്ല. പിന്നെ എന്നോട് എതിർത്ത് നിൽക്കാൻ ആരുണ്ടാകും? ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് ആരെങ്കിലും എനിക്ക് മുൻകൂട്ടി തന്നിട്ടുണ്ടോ? ആകാശത്തിന് കീഴിലുള്ളതൊക്കെയും എൻ്റേതാണ്. അവൻ്റെ അവയവങ്ങളെയും അവൻ്റെ മഹാശക്തിയെയും ഭംഗിയുള്ള രൂപത്തെയും സംബന്ധിച്ച് ഞാൻ മൗനം അവലംബിക്കുകയില്ല. അവൻ്റെ പുറംചട്ട ഉരിയാൻ ആർക്ക് സാധിക്കും? അവൻ്റെ ഇരട്ട കവചം തുളയ്ക്കാൻ ആർക്ക് കഴിയും? അവൻ്റെ മുഖകവാടം ആര് തുറക്കും? അവൻ്റെ പല്ലിനു ചുറ്റും ഭീകരതയാണ്. അവൻ്റെ പുറം പരിചനിര കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. അത് മുറുക്കി അടച്ച് മുദ്ര വച്ചിരിക്കുന്നു. വായു കടക്കാത്ത വിധം അവ ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്നു. വേർപെടുത്താൻ പാടില്ലാത്ത വിധം അവ ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്നു. അവ യോജിച്ചിരിക്കുന്നു. അവൻ തുമ്മുമ്പോൾ പ്രകാശം ചിതറുന്നു. അവൻ്റെ കണ്ണുകൾ പ്രഭാതത്തിൻ്റെ കൺപോള പോലെയാണ്. അവൻ്റെ വായിൽ നിന്ന് ജ്വലിക്കുന്ന തീപ്പന്തങ്ങൾ പുറപ്പെടുകയും തീപ്പൊരി ചിതറുകയും ചെയ്യുന്നു. തിളയ്ക്കുന്ന വെള്ളത്തിൽ നിന്ന് കത്തുന്ന രാമച്ചത്തിൽ നിന്നും എന്ന പോലെ അവൻ്റെ മൂക്കിൽ നിന്ന് പുക ഉയർന്നു. അവൻ്റെ ശ്വാസം കരിക്ക് തീ കൊളുത്തുന്നു. അവൻ്റെ വായിൽ നിന്ന് തീജ്വാല പുറപ്പെടുന്നു. അവൻ്റെ കഴുത്തിൽ ബലം കുടികൊള്ളുന്നു. ഭീകരത അവൻ്റെ മുമ്പിൽ നൃത്തം ചെയ്യുന്നു. അവൻ്റെ മാംസപാളികൾ തമ്മിൽ പറ്റിച്ചേർന്നിരിക്കുന്നു. ഇളകിപ്പോകാത്ത വിധം അത് അവൻ്റെ മേൽ ഉറച്ചിരിക്കുന്നു. അവൻ്റെ ഹൃദയം കല്ലുപോലെ കടുപ്പമേറിയതാണ്. തിരിക്കല്ലിൻ്റെ അടിക്കല്ല് പോലെ ഉറപ്പുള്ളതാണ്. അവൻ പൊങ്ങുമ്പോൾ ശക്തന്മാർ പേടിക്കുന്നു. അവൻ സ്വരം പുറപ്പെടുവിക്കുമ്പോൾ അവർ ഭയപരവശരാകുന്നു. വാൾ, കുന്തം, ചാട്ടുളി, വേൽ എന്നിവ കൊണ്ട് അവനെ എതിർക്കുക സാധ്യമല്ല. ഇരുമ്പിനെ വൈക്കോൽ പോലെയും പിച്ചളയെ ചെതുക്കി ചതടി പോലെയും അവൻ കണക്കാകുന്നു. അസ്ത്രങ്ങൾ കണ്ട് അവൻ ഓടുകയില്ല. കവണവില്ല് അവന് വൈക്കോൽ പോലെയാണ്. ഗദയും അവന് വൈക്കോൽ പോലെ തന്നെ. വേലിൻ്റെ കിലുക്കത്തെ അവൻ പരിഹസിക്കുന്നു. അവൻ്റെ അധോഭാഗം മൂർച്ചയുള്ള ഓട്ടുകഷ്ണം പോലെയാണ്. അവൻ ചെളിയിൽ മെതിത്തടി പോലെ കിടക്കുന്നു. അവൻ സമുദ്രത്തെ ഒരു കലത്തിലെന്ന പോലെ തിളപ്പിക്കുന്നു. കടലിനെ ഒരു കുടം തൈലം പോലെ ആക്കി തീർക്കുന്നു. അവൻ പിന്നിൽ തിളയ്ക്കുന്ന ഒരു ചാൽ അവശേഷിപ്പിക്കുന്നു. ആഴിക്ക് നര ബാധിച്ചതുപോലെ ഒരുവന് തോന്നും. ഭൂമുഖത്തെങ്ങും അവനെപ്പോലെ നിർഭയനായ ജീവിയില്ല. ഉന്നതമായവയെല്ലാം അവൻ ദർശിക്കുന്നു. ഉന്നത ജന്തുക്കൾക്ക് അവൻ രാജാവായിരിക്കുന്നു. ജോബ് 42 അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ജോബ് കർത്താവിനോട് പറഞ്ഞു, അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയോട് യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. അറിവില്ലാതെ ഉപദേശത്തെ മറച്ചു വയ്ക്കുന്നവൻ ആരാണെന്ന് അങ്ങ് ചോദിച്ചു. എനിക്ക് മനസ്സിലാകാത്ത അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുപോയി. കേൾക്കുക, ഞാൻ സംസാരിക്കുന്നു. ഞാൻ ചോദിക്കും, നീ ഉത്തരം പറയണമെന്ന് അങ്ങ് പറഞ്ഞു. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. അതിനാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു.
പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു. കർത്താവ് ജോബിനോട് ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം തേമാന്യനായ എലീഫാസിനോട് അരുളി ചെയ്തു, എൻ്റെ ക്രോധം നിനക്കും നിന്റെ 2 സ്നേഹിതന്മാർക്കും എതിരെ ജ്വലിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ എന്നെപ്പറ്റി എൻ്റെ ദാസൻ ജോബിനെ പോലെ ശരിയായിട്ടല്ല സംസാരിച്ചത്. അതിനാൽ ഇപ്പോൾ തന്നെ 7 കാളകളെയും 7 മുട്ടാടുകളെയും കൊണ്ട് ജോബിൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ദഹനബലി അർപ്പിക്കുവിൻ. എൻ്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് നിങ്ങളുടെ ഭോഷത്വത്തിന് നിങ്ങളെ ശിക്ഷിക്കുകയില്ല. നിങ്ങൾ എൻ്റെ ദാസനായ ജോബിനെ പോലെ എന്നെപ്പറ്റി ശരിയായത് സംസാരിച്ചില്ല. തേമാനായ എലീഫാസും ശൂഹ്യനായ ബിൽദാദും നാമാഥ്യനായ സോഫാറും കർത്താവ് പറഞ്ഞ പ്രകാരം ചെയ്തു. കർത്താവ് ജോബിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് ഇരട്ടിയായി കൊടുത്തു. അവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും മുൻ പരിചയക്കാരും അവൻ്റെ വീട്ടിൽ വന്ന് അവനോടൊത്ത് ഭക്ഷണം കഴിച്ചു. കർത്താവ് അവൻ്റെ മേൽ വരുത്തിയ എല്ലാ അനർത്ഥങ്ങളെയും കുറിച്ച് അവർ സഹതപിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അവർ ഓരോരുത്തരും പണവും ഓരോ സ്വർണ്ണമോതിരവും അവന് സമ്മാനിച്ചു. കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതം മുൻപിലത്തേതിനേക്കാൾ ധന്യമാക്കി. അവന് 14,000 ആടുകളും 6,000 ഒട്ടകങ്ങളും 1,000 ഏർക്കാളകളും 1,000 പെൺകഴുതകളുമുണ്ടായി. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. മൂത്തവൾ ജമീമ, രണ്ടാമത്തവൾ കെസിയ, മൂന്നാമത്തവൾ കേരൻ ഹപ്പൂക്ക്. ജോബിൻ്റെ പുത്രിമാരെ പോലെ സുന്ദരിമാരായ സ്ത്രീകൾ ആ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല. പിതാവ് അവർക്കും സഹോദരന്മാർക്കുമൊപ്പം അവകാശം കൊടുത്തു. അതിനുശേഷം ജോബ് 140 വർഷം ജീവിക്കുകയും മക്കളും മക്കളുടെ മക്കളുമായി 4 തലമുറ വരെ കാണുകയും ചെയ്തു. അങ്ങനെ ജോബ് പൂർണ്ണ ആയുസ് പ്രാപിച്ച് വൃദ്ധനായി മരിച്ചു.